നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറും ആധാർ നമ്പറും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളുമെല്ലാം സൈബർ തട്ടിപ്പ് സംഘങ്ങളുടെ കൈവശമുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു അധ്യാപകനെ വെർച്വൽ അറസ്റ്റ് ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചതിനെ കുറിച്ച് അറിഞ്ഞാൽ ആരും ഒന്ന് ഭയന്നു പോകും. മുംബൈ പോലീസും CBIയും ചമഞ്ഞ് ഫോണിൽ ബന്ധപ്പെട്ട തട്ടിപ്പ് സംഘം 3 മണിക്കൂറോളം അധ്യാപകനെ മുൾമുനയിൽ നിർത്തി. ആധാർ വിവരങ്ങളും അക്കൗണ്ട് വിവരങ്ങളും പറഞ്ഞതോടെ ആദ്യം വിശ്വസിച്ച അധ്യാപകനെ തട്ടിപ്പിൽ നിന്നും രക്ഷപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ മകന്റെയും പോലീസുകാരുടെയും ബുദ്ധിപരമായ നീക്കമാണ്. ഓൺലൈൻ സംഘത്തിന്റെ പുതിയ തട്ടിപ്പ് രീതി എങ്ങനെയാണെന്ന് ഈ വാർത്ത കണ്ടാൽ മനസ്സിലാകും. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 2:30യോടെയാണ് വഴുതക്കാടുള്ള അധ്യാപകന്റെ ഫോണിലേക്ക് ഒരു അജ്ഞാത ഫോൺ കോൾ വന്നത്. അധ്യാപകന് SBIയിൽ അക്കൗണ്ട് ഉണ്ടെന്ന് മനസ്സിലാക്കിയ തട്ടിപ്പു സംഘം മുംബൈയിലെ കസ്റ്റമർ കെയറിൽ നിന്ന് വിളിക്കുന്നതായാണ് പറഞ്ഞത്. സംഭാഷണമെല്ലാം മലയാളത്തിൽ തന്നെ. വിശ്വസിക്കാനായി പേരും പദവിയുമെല്ലാം അധ്യാപകനോട് പറഞ്ഞു. കഴിഞ്ഞ വർഷം ഒക്ടോബർ 24-ന് അധ്യാപകന്റെ പേരിൽ കാനറ ബാങ്കിൽ നിന്ന് ഒരു ക്രെഡിറ്റ് കാർഡ് എടുത്തിട്ടുണ്ടെന്നും അത് അദ്ദേഹത്തിന്റേതല്ലെങ്കിൽ ഉടനെ റദ്ദാക്കണമെന്നും അറിയിച്ചു. അതിനായി മുംബൈ പോലീസിനെ സമീപിക്കണമെന്നും അവരെ തങ്ങൾ വീഡിയോ കോളായി ബന്ധപ്പെടുത്തി തരാമെന്നും തട്ടിപ്പുകാർ പറഞ്ഞു. പിന്നാലെ പോലീസ് വേഷത്തിലുള്ളവർ വീഡിയോ കോളിലെത്തി. വിനായക് എന്നയാളെ മുംബൈയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് SI എന്ന് പരിചയപ്പെടുത്തിയ ആൾ വിശദീകരിച്ചു. അയാളുടെ കയ്യിൽ നിന്ന് നിരവധി ക്രെഡിറ്റ് കാർഡുകൾ ലഭിച്ചു. അവയിൽ അധ്യാപകന്റെ പേരിലുള്ള കാർഡ് ഉണ്ടെന്ന് പറയുന്നു. കള്ളപ്പണം വെളുപ്പിക്കലിനായി എത്തിയ വിനായകിന്റെ കയ്യിൽ നിന്ന് ക്രെഡിറ്റ് കാർഡ് കണ്ടെത്തിയതിനാൽ അധ്യാപകനെ വെർച്വൽ അറസ്റ്റ് ചെയ്യുന്നുവെന്നും അവർ അറിയിച്ചു. പിന്നാലെ CBIയും വീഡിയോ കോളിൽ എത്തി. ഇത് കണ്ട് ഭയന്നുപോയ അധ്യാപകന്റെ ഭാര്യ മകനെ വൈകുന്നേരം 4:30യോടെ വിളിക്കുന്നു. മകൻ സൈബർ പോലീസിനെ വിവരമറിയിച്ച് 10 മിനിറ്റിനുള്ളിൽ SI ഷെഫിനും സംഘവും ഇടപ്പഴിഞ്ഞിയിലെ വീട്ടിലെത്തി. തട്ടിപ്പുകാരോട് അധ്യാപകന്റെ ഫോണിൽ സംസാരിച്ചു. ഒടുവിൽ ID കാണിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ തട്ടിപ്പുകാർ കുടുങ്ങി. ഓഫീസ് കാണിക്കാൻ ആവശ്യപ്പെട്ടതോടെ ഫോൺ കോൾ കട്ട് ചെയ്ത് സംഘം മുങ്ങി. തുടക്കത്തിൽ ചെറിയ സംശയം തോന്നിയെങ്കിലും ആശങ്കയുണ്ടായിരുന്നുവെന്ന് അധ്യാപകൻ പറഞ്ഞു. അധ്യാപകന്റെ പരാതിയിൽ സൈബർ പോലീസ് തട്ടിപ്പ് സംഘത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇതിന് പിന്നിൽ മലയാളികളുമുണ്ടെന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക്, News 18.